കുഞ്ഞുമോളെ, നമ്മള് കാറ്റഗിസത്തിൽ എന്തൊക്കെ പഠിച്ചു? പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ച് നമുക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് വന്ന് മറ്റേ പെന്തക്കോസ്ത ദിനത്തില് സെഹ്യോനോട്ടിശാലയില് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ശിഷ്യന്മാരുടെ മേല് അങ്ങനെ ശിഷ്യന്മാര് പ്രസംഗിച്ചതും, ക്രിസ്തീയ സഭ ഉണ്ടായതും പഠിച്ച്, ക്രിസ്തീയ സഭയിലുണ്ടായ ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്ന പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുമിച്ച് എല്ലാ സാധനങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ വളരെ സ്നേഹത്തിലാണ് അവർ ജീവിച്ചിരുന്നതൊക്കെ പഠിച്ചല്ലേ. ഇനി നമ്മൾ സഭയെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോണേ കേട്ടാ. എന്തൊക്കെയാണെന്ന് അറിയാമോ? ആരാണ് നമ്മുടെ നായകൻ? അതാണ് ഏറ്റവും വലിയ ഓർത്തിരിക്കണേ. ആരാണ് നമ്മുടെ നായകൻ? ഈശോയാണ് നമ്മുടെ നായകൻ. നമ്മുടെ ഈ ജീവിതം എന്ത് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണെന്നറിയാമോ? ഈ ജീവിതത്തിന് ശേഷം എവിടെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ നമ്മുടെ ജീവിതം എന്ത് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്? സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. എന്താണ് നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം. മറന്നു പോകുമോ? ഇല്ല. ഓക്കെ. എന്താണ് ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാല്? ക്രൈസ്തവ സഭ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ഓക്കെ. ഇനി ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം. ഈ ജീവിതം എന്ന് പറയുന്നത് എന്ത് ലക്ഷ്യമാക്കിയാണ് പോണത്? നമ്മള് സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഇങ്ങനെ ഒരു യാത്രയിലാണ് നമ്മൾ. ഈ യാത്രയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യണം? നമ്മള് രണ്ടിടി കൊടുക്കണ? എന്ത് ചെയ്യണം? നമ്മള് സഹായിക്കണം. എന്ത് ചെയ്യണം എന്ന് പറയാം? സഹായമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കോ എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ത് ചെയ്യണം എന്ന് പറയണം നമുക്ക്. നമ്മളൊരു നല്ലത് ചെയ്യണോ, നന്മ ചെയ്യണോ, തിന്മ ചെയ്യണോ? നമ്മൾ ഈ യാത്രയിൽ കണ്ടുമുട്ടുന്നവർക്കൊക്കെ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മള് ഈ ജീവിക്കുമ്പോ ആരെയൊക്കെ കാണുന്നുണ്ടോ അവരെയൊക്കെ, അപ്പനും അമ്മയും മാത്രല്ല, സ്കൂളിലുള്ളവരായിക്കോട്ടെ, പള്ളിയിലുള്ളവരായിക്കോട്ടെ, റോട്ടിൽ കാണുന്നവരായിക്കോട്ടെ, അതിനെപ്പറ്റി എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും കാണുന്നവരായിക്കോട്ടെ, ആർക്കാണെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു നന്മ ചെയ്യാൻ സാധിച്ചാല് അതാണ് നമ്മൾക്ക് സ്വർഗരാജ്യം നേടി തന്നെ കാര്യം. നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ മരിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടുന്നത്. മനസ്സിലായ? ഇനി സഭയുടെ രക്ഷകൻ ആരാണെന്ന് അറിയാമോ? ഈശോയാണ്. സഭയുടെ രക്ഷകൻ ക്രിസ്തുവാണ്, ഈശോയാണ്. നമ്മളെല്ലാവരും ഈശോനോട് പ്രാർത്ഥിക്കണം അല്ലെ. നമ്മൾ അതിനു വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയാണ് ഈശോ പറഞ്ഞേക്കുന്നതെന്ന് അറിയണമെങ്കിൽ സുവിശേഷം വായിക്കണം അല്ലെ. സുവിശേഷം വായിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈശോ പുതിയ നിയമത്തിൽ ഈശോന് സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം എന്നർത്ഥം. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ് അതാണ്. നമ്മൾ പുതിയ നിയമം, ബൈബിളില് 2 ഭാഗങ്ങളുണ്ട് അല്ലെ. പുതിയ നിയമവും പഴയ നിയമവും ഉണ്ട്. പഴയ നിയമത്തില് നമ്മള് ഈശോന് മുന്നേ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ കാര്യങ്ങളാ പറയണ. അന്ന് ദൈവം പഴയ പ്രവാചകന്മാരിലൂടെയാണ് ഓരോരോ കാര്യങ്ങള് നമ്മൾ ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. പക്ഷെ ഈശോ വന്നു കഴിഞ്ഞപ്പോ ഈശോ തന്നെ, ദൈവത്തിന്റെ പുത്രനായ ഈശോ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഓക്കെ. അങ്ങനെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ, ഈശോന്റെ ജീവിതവും ഈശോ പറഞ്ഞ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ബൈബിളിലെ ഭാഗമാണ് സുവിശേഷം. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഈ 4 സുവിശേഷകരാണ് ഈ സുവിശേഷങ്ങൾ 4 എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഈശോ നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്നേഹത്തിലും കാരുണ്യത്തിലും വളരാനാണ് പറഞ്ഞേക്കണത്. എന്ത് പറഞ്ഞാ? സ്നേഹത്തിലും കാരുണ്യത്തിലും വളരാനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കണം, ഡ്രസ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കണം, കിടക്കാനൊരു വീടില്ലാത്തവർക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം കൊടുക്കണം അല്ലെ. ഇതൊക്കെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടയാളങ്ങളാണ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തേക്കണെയാണ് ഈശോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടാ. അതുപോലെ തന്നെ ഈ സഭ എന്ന് പറയുന്നത് ഒരു സ്നേഹ സമൂഹമാണ്. മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കുമ്പോഴാണ് നമ്മൾ സഭയിലെ അംഗങ്ങളാണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്നോ ഒക്കെ പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്ത്യാനി ആവണമെന്ന് അറിയോ? ക്രിസ്തീയ സഭയിലെ അംഗമായി തീരുന്നത് എപ്പോഴാണ്?
ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ അംഗമാകുമോ? പിന്നെ എന്ത് ചെയ്യുമ്പോഴാണ് അംഗമായി തീരണ? വെരി ഗുഡ്. ജ്ഞാനസ്നാനത്തിലൂടെയാണ് നമ്മള് ക്രിസ്തീയ സഭയിലെ അംഗമായി തീരുന്നത്. ക്രിസ്തീയ സഭനെ നമുക്ക് വേണമെങ്കിൽ ഒരു കുടുംബമായിട്ട് വിചാരിക്കാം. ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ കാണപ്പെടാത്ത ഒരു തലവനുണ്ട്. കാണാൻ പറ്റുന്നില്ല, പക്ഷെ കുടുംബത്തിന്റെ തലവൻ ആരാണ്? ഈശോയാണ്. കാണപ്പെടുന്ന ഒരു തലവനുണ്ട്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയേണ്ട ആവശ്യമില്ല. മാർപ്പാപ്പ മാറി മാറി വരും അല്ലെ? ആരാണ് കാണപ്പെടുന്ന തലവൻ? സഭയുടെ മാർപ്പാപ്പ. ഇപ്പോഴുള്ള കാണപ്പെടുന്ന തലവനാണ് നീ പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ. എപ്പോഴും എന്ത് പറയും? ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയാൻ പറ്റില്ല. മാർപ്പാപ്പ ആരാണോ ആ മാർപ്പാപ്പയാണ് ഓരോ സമയത്തും കാണപ്പെടുന്ന തലവൻ. ആരാണ് സഭയുടെ കാണപ്പെടാത്ത തലവൻ? ആരാണ് സഭയുടെ കാണപ്പെടുന്ന തലവൻ? ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. വെരി ഗുഡ്. അങ്ങനെ നമ്മൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇടയ്ക്ക്. കാരണം എല്ലാരും മനുഷ്യരാണേ. മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിന്റെ എല്ലാ ഇതും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന വേണം അല്ലേ? പ്രാർത്ഥിക്കണം. ഓക്കെ. അതുപോലെ നമ്മള് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കുറച്ചു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമുള്ള കുറച്ചു പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെ? അനാഥ കുട്ടികള്, രോഗികളായിട്ടുള്ളവര് അല്ലെ? അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അവർക്ക് സന്തോഷം കിട്ടും. അവർക്ക് അല്ലെ, ആരെങ്കിലും വഴി അവർക്ക് അവരുടെ മനസ്സിനും സന്തോഷവും വിശുദ്ധിയും ഒക്കെ കിട്ടും അല്ലെ? അതുപോലെ തന്നെയാണ് വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. മീൻസ് കന്യാസ്ത്രീകളും മറ്റേ സിസ്റ്റർമാരും. ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയണം കേട്ടോ. ഞാൻ ഓരോ സെന്റൻസ് പറയണത്. ഈശോയാണ് സഭയുടെ കാണപ്പെടുന്ന തലവൻ. ആരാണ് കാണപ്പെടുന്ന തലവൻ? ഈശോ സഭയുടെ എന്തെന്നാ പറയണ? ഈശോ കാണപ്പെടാത്ത തലവൻ അല്ലെ? സ്നേഹമാണ് സഭയുടെ മുഖമുദ്ര. ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റ്? ശരി. ജ്ഞാനസ്നാനത്തിലൂടെയാണ് നാം സഭയിൽ അംഗങ്ങളായി തീരുന്നത്. ശരിയാണോ തെറ്റാണോ? ക്രിസ്തീയ സഭയിൽ നാം അംഗങ്ങളായി തീരുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. ശരിയാണോ? ശരി. പത്രോസാണ് സഭയുടെ കാണപ്പെടാത്ത നായകൻ. പത്രോസാണ് നമ്മുടെ നായകൻ സഭയുടെ. ആരാണ്? ഈശോയാണ് അല്ലേ? അപ്പൊ തെറ്റ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ശരിയാണോ തെറ്റാണോ? സമൂഹമാണ് സഭ. ശരിയാണോ തെറ്റാണോ? ശരി. വെരി ഗുഡ്. ആരാണ് നമ്മുടെ നായകൻ? സഭയുടെ മുഖമുദ്ര എന്താണ്? വെരി ഗുഡ്. നാം സഭയിൽ അംഗമായി തീരുന്നത് എങ്ങനെയാണ്? ജ്ഞാനസ്നാനത്തിലൂടെ. സഭയുടെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? സ്വർഗരാജ്യം. വെരി ഗുഡ്. സഭാമക്കളുടെ ചുമതല എന്താണ്? സഭയിലെ മക്കൾക്ക്, സഭയുടെ അംഗങ്ങളായിട്ടുള്ളവർ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മളുടെ അതൊക്കെ സംഭവിച്ചു. സഭാമക്കളുടെ ചുമതല എന്താണ്? സ്നേഹത്തിലും കാരുണ്യത്തിലും വളരണം. മറ്റുള്ളവർക്ക് നന്മയും ചെയ്യണം. വിശുദ്ധിയിൽ വളരണം. സ്നേഹത്തിലും കാരുണ്യത്തിലും വിശുദ്ധിയിലും വളരണം. കാരുണ്യ പ്രവൃത്തികളെ എല്ലാം പറഞ്ഞു തന്നില്ലേ? പരസ്നേഹ പ്രവൃത്തികള് അല്ലെ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന നന്മകളെയാണ് നമ്മൾ ഈ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 4th ചാപ്റ്ററും കഴിഞ്ഞു.